ആന്ധ്ര ജില്ലയിലെ നന്ദ്യാൽ എന്ന ഗ്രാമത്തില് അവിടെ ഒരു IAS മകള് കഴിഞ്ഞ ദിവസം ജീവൻ വെടിഞ്ഞു. അവിടുത്തെ സീനിയർ IAS ഉദ്യോഗസ്ഥനാണ്. ആന്ധ്രാപ്രദേശിലെ താഴെപ്പള്ളിയിലെ നന്ദ്യാൽ ജില്ലയിലാണ് IAS താമസിക്കുന്നത്. അവർ താമസിക്കുന്ന വീടില് മകള് കഴിഞ്ഞ ദിവസം ജീവൻ വെടിഞ്ഞു. ഇതിൻ്റെ പിന്നിലുള്ള സംഭവം, വീട്ടുകാര് IAS അപ്പനും അമ്മയും നല്ല സാമ്പത്തികമുള്ളവരാണ്, സമൂഹത്തിൽ നല്ല പൊസിഷനാണ്, അവർ സീനിയർ IAS ഉദ്യോഗസ്ഥനാണ്. അവരുടെ ഏക മകള് മാധുരി സാഹിതി ബായി, 25 വയസ്സുകാരി. അവൾക്കിഷ്ടപ്പെട്ട ഒരു പുരുഷനുമായിട്ട് നന്ദ്യാൽ ജില്ലയിലെ രാജേഷുമായിട്ട് പ്രേമത്തിലായി. വീട്ടുകാരറിഞ്ഞില്ല. അവർ തമ്മിൽ പ്രേമിച്ച് നടന്നു രഹസ്യമായിട്ട്. അതിനുശേഷം രഹസ്യമായി അവർ പോയി വിവാഹം കഴിച്ചു. വീട്ടുകാരറിഞ്ഞില്ല, രണ്ടു വീട്ടുകാരും അറിഞ്ഞില്ല. എന്തായാലും പിന്നീട് IAS പിതാവ് ഇതറിഞ്ഞു. ഏക മകളാണ്, എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് പോയത്, വീട്ടിൽ പറഞ്ഞാൽ പോരായിരുന്നു. അവർ ബ്രോഡായിട്ട് ചിന്തിക്കുന്നവരാണല്ലോ ആ കുടുംബം. സാമ്പത്തികമുണ്ട്, വളരെ വിശാല ഹൃദയരാണ്. എന്തായാലും ജാതി മത ചിന്തകളൊന്നും ഇല്ലാത്ത മാതാപിതാക്കൾ. ഇന്റർകാസ്റ്റ് രണ്ട് ജാതിപ്പെട്ടവരാണ്. എന്നാലും മകളുടെ ആഗ്രഹം, അവൾ രഹസ്യമായി ഇയാളെ പ്രേമിച്ചു, രഹസ്യമായി രണ്ടുപേര് വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പം മാതാപിതാക്കൾ അവനെ കൊണ്ട് കല്യാണം കഴിച്ചു. ഒഫീഷ്യലായിട്ട് അവനെ വിളിച്ച് സംസാരിച്ച് കല്യാണം കഴിച്ചോളൂ, ഞങ്ങൾ കല്യാണം നടത്തി തരാം എന്ന് പറഞ്ഞ IAS അവരുടെ IAS ഭാര്യയും ഈ പെൺകുട്ടിയെ മറ്റവൻ അവൾ സ്നേഹിച്ച പുരുഷന് കല്യാണം കഴിച്ചു കൊടുത്തു. അത് 10 ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ കല്യാണം നടത്തിയത്. പക്ഷെ കല്യാണം നടത്തി, ഔദ്യോഗികമായി കല്യാണം നടത്തിയ ശേഷം പെൺകുട്ടി അവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പതുക്കെ വലിയ സാമ്പത്തികമുള്ളവരാണ് IAS. പണം, അവര് ചില ഡിമാൻഡുകളൊക്കെ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു. ഔദ്യോഗികമായി കല്യാണം കഴിഞ്ഞതാണ്, അല്പം സ്ത്രീധനം കിട്ടിയാൽ കൊള്ളാം. സാമ്പത്തികമായിട്ട് അവർ അല്പം പിന്നോക്കമാണ്. പെൺകുട്ടിക്ക് അത് വീട്ടിൽ പറയാനൊക്കെ ഉള്ള അവളുടെ തന്നിഷ്ടത്തിന് അവൾ ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ആ വിവരം ആ പെൺകുട്ടി വീട്ടിൽ പറയാനായിട്ട് അവൾക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അവളുടെ തന്നിഷ്ടമാണല്ലോ. പക്ഷേ പെൺകുട്ടിയുടെ ഭർത്താവും അവരുടെ വീട്ടുകാരും രാജേഷിന്റെ മാതാപിതാക്കളും പണം കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഭീകരമായി പതുക്കെ ആ കൊച്ചിനെ മർദ്ദിക്കാൻ തുടങ്ങി. മർദ്ദനം സഹിക്കാൻ ദേഹം മുഴുവൻ പാടായി. എന്താണ് കാര്യമെന്ന് അറിയാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാണെന്ന് വിചാരിച്ച് ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ IAS വീട്ടിൽ പോയി, അവിടെ പോയി താമസിച്ചു. അതിനുശേഷം വീട്ടിൽ പറഞ്ഞില്ല. എന്തിനാണ്, ഭർത്താവ് വല്ലതും മദ്യപിച്ചിട്ടും എല്ലാം അടിക്കുന്നതായിരിക്കും, പിടിക്കുന്നതായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാരല്ലേ, മർദ്ദനമൊക്കെ അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ അറിയാമല്ലോ നമുക്ക്. അതുകൊണ്ട് അവരത് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഈ കുട്ടിക്ക് വിവരമുള്ള കുട്ടിയായതുകൊണ്ട് വീട്ടിലെ സ്ത്രീധനം ചോദിക്കാനും ബുദ്ധിമുട്ട്. കാരണം അവളുടെ തന്നിഷ്ടത്തിന് പോയി കല്യാണം കഴിച്ചതാണ്. ഭർത്താവ് ഇവിടെ അടിക്കുന്നത് ഇപ്പം ഈ സ്ത്രീധനം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയാനായിട്ട് ആ കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് സ്ത്രീധനത്തിന്റെ കാര്യം ഒളിച്ചു വെച്ചു. ഭർത്താവ് തല്ലുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 3-4 മാസം മുമ്പ് ഭീകരമായിട്ട് ആ കൊച്ചിനെ മർദ്ദിച്ചു രാജേഷും അവരുടെ വീട്ടുകാര് അറിയാതെയുള്ള പ്രണയമല്ലേ നടത്തിയത്. ഇനി ഔദ്യോഗികമായിട്ട് നടത്തി കൊടുത്തത് അവരുടെ മാന്യതയും സ്റ്റാറ്റസും പൊസിഷൻ കൊണ്ടാണ്. പക്ഷെ കുട്ടിയെ മർദ്ദിക്കുന്നത് സ്ത്രീധനത്തുകയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന കൊച്ചിന് വിവരമുള്ള കുട്ടിയായതുകൊണ്ട് വീട്ടിൽ അറിയിക്കാനായിരുന്നു വലിയ പ്രശ്നം. ചുറ്റി ചോദിക്കാൻ തന്നെ ഭയം. പക്ഷെ അത് ഒളിച്ചു വെച്ചു. അതിനുശേഷം മർദ്ദനം കൂടിക്കഴിഞ്ഞപ്പം ഇപ്പം സ്ഥിരമായി കഴിഞ്ഞ 3-4 മാസമായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പനമ്മയോട് പറഞ്ഞ് അയാൾ മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് ഞാനിവിടെ അങ്ങോട്ട് പോകുന്നില്ല, നമ്മളിവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എത്ര നാളങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ആ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞേയില്ല. അതിനാണ് മർദ്ദനം എന്ന് പറഞ്ഞു. ചിലപ്പം പറഞ്ഞിരുന്നെങ്കിൽ കൊടുത്തേനെ. അതുകൊണ്ട് ആ കുട്ടിക്ക് അത് കൺവേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടുള്ള സമ്മർദ്ദം കൊണ്ട് അത് ജീവൻ വെടിഞ്ഞ് വീട്ടിനകത്ത് വെച്ചു. അതിനുശേഷം എഴുതി വെച്ച നോട്ടിൽ നിന്നാണ് മനസ്സിലായത് അവർ സ്ത്രീധനം ഡിമാൻഡ് ചെയ്തിരുന്നു. മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് മകളാണ് ജീവൻ വെടിഞ്ഞ് പോയിരിക്കുന്നത്. അവൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും
പറ്റുന്ന പോലെ സഹായിച്ചേനെ, സ്ത്രീധനം കൊടുത്തേനെ, അവളൊരു വാക്ക് പറയണ്ടേ. ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടിയാണത്. അതുകൊണ്ടാണ് അവളുടെ തന്നിഷ്ടത്തിന് അവൾ വേറെ പ്രേമിച്ചു. വീട്ടുകാര് അങ്ങനെ ഒരു കല്യാണം ആലോചിക്കുമ്പം ആ വീട്ടുകാരെ പറ്റി, ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റി അന്വേഷിക്കും, അവരുടെ സ്വഭാവം അന്വേഷിക്കും, മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കും, അവരുടെ നിലവാരം, അവരുടെ കുടുംബ പാരമ്പര്യം അന്വേഷിക്കും, അവരുടെ സാമൂഹ്യ നിലവാരം അന്വേഷിക്കും, അവരുടെ പ്രവൃത്തി അന്തസ്സൊക്കെ അന്വേഷിക്കും. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള കല്യാണം നടത്തുന്നത്. അങ്ങനെയാണ് അവരവരുടെ സ്റ്റാറ്റസ്, അവരവരുടെ സാമ്പത്തിക സ്ഥിതി, അവരവരുടെ സമുദായത്തിന്റെ വെച്ചിട്ടാണ് ഇന്നും ഇന്ത്യയിൽ കല്യാണാലോചന നടക്കുന്നത്. 90% ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഈ കുട്ടി അല്പം വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, IAS കുടുംബമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ പറയാനായിട്ട് അതിന് വൈമനസ്യം കാണിച്ചു. പക്ഷെ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്, അവൾ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ട പണം, ആവശ്യമുള്ള പണം, ഇവർക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പണം കൊടുത്തേനെ. എൻ്റെ മക്കൾ അത് പറഞ്ഞില്ലല്ലോ എന്ന ദുഃഖത്തിൽ തന്നെയാണ് IAS ഭാര്യയും ആന്ധ്ര ജില്ലയിൽ അവരുടെ വീട്ടിൽ ഏകാന്തതയെ കഴിഞ്ഞുകൂടുന്നത്.